जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनीति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हृदीयस्य प्रेरणाय प्रवर्तितो रागरूपोऽपि तस्य हरे पदकमलं वन्दे चैतन्यदेवस्य। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതം പഠിക്കുന്നു. ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 5 നമ്മൾ പഠിച്ചു വരുന്നു. ശ്ലോകം 29 5-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ പല തരത്തിലുള്ള എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ വിസ്തരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. കൃഷ്ണലോകത്തിലുള്ളത് പറഞ്ഞു. ഇനി നാരായണൻ്റെ ലീലകളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് 26-ാമത്തെ ശ്ലോകം മുതൽ കാണുന്നു. അതായത് ഭഗവാൻ കൃഷ്ണൻ ആദ്യം വൈകുണ്ഠങ്ങളിലെ എന്താണെന്നുള്ളത് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂശക്തി, നീലാശക്തി, ശ്രീശക്തി എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഇനി മുന്നോട്ട് നോക്കാം. 29-ാമത്തെ ശ്ലോകം എന്താണെന്ന്. ഓക്കെ. യദ്യപി കേവലതാര ക്രീഡമാത്ര ധർമ്മ തഥാപി ജീവേര കൃപായ കരേ ഏക കർമ്മ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.
इत्याभि केवल तंत्र क्रीडा मात्र धर्म तथापि जीवेर कृपाय करे एक कर्म. वर्तन भाई श्री വെങ്കടേഷ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ ലീലകൾ അവിടുന്ന് സവിശേഷ ധർമ്മങ്ങൾ മാത്രമാണെങ്കിലും തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അവിടുന്ന് പതിതാത്മാക്കൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഭഗവാൻ കൃഷ്ണൻ അവതാരങ്ങൾ എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലീലകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസാണ്. ആക്ച്വലി നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു, കാണിച്ചു തരുന്നു. ആക്ച്വലി അത് എല്ലാ പതീതരായിട്ടുള്ള ജീവാത്മാക്കൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമല്ല, അദ്ദേഹം ലീലകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരെയും ആകർഷിപ്പിക്കാൻ വേണ്ടി, പതീതരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ജീവാത്മാക്കളെ ആകർഷിപ്പിക്കാൻ. കാര്യം നമ്മൾ ഭഗവാനെ മറന്നിരിക്കുകയാണ്. ഇവിടെ ഈ ലോകത്തുള്ള പല സാധനങ്ങളോടുമുള്ള അട്രാക്ഷനാണ് നമുക്കുള്ളത്, അല്ലേ? പല സാധനങ്ങളോടും പല വ്യക്തികളോടും പല സാഹചര്യങ്ങളോടുമുള്ള അട്രാക്ഷൻ. സെലിബ്രിറ്റീസ്, സിനിമ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള സിനിമയിലെ സെലിബ്രിറ്റീസിനോടൊക്കെ പലവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അവരെ എപ്പോഴും കാണണം, അവരെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, അവരെ പോലെ അനുകരിക്കുന്നു, അവരുടെ ജീവിതശൈലി വരെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അവരുടെ ഫോട്ടോ ആയിരിക്കും വീടുകളിൽ മുഴുവനും ഒട്ടിച്ചിട്ടുണ്ടാവും. അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും കാണുന്നു. പിന്നെ ഓരോ സിനിമയും വരുന്ന സമയത്ത് ആദ്യത്തെ ദിവസം പോയി കാണുന്നു. അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട് ഈ ലോകത്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതൊക്കെ? ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അട്രാക്ഷൻ തോന്നിയിട്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് തോന്നുന്ന അട്രാക്ഷൻ ഭൗതിക ലോകത്തിലെ സാധനങ്ങളോടും ആളുകളോടും സാഹചര്യങ്ങളോടും ഒക്കെയാണെന്ന് മാത്രം. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? എന്തെങ്കിലും പ്രയോജനം ഒന്നുമില്ല. അത് മാത്രമല്ല, ദോഷമുണ്ടോ? ദോഷമേ ഉള്ളൂ. ദോഷമേ ഉള്ളൂ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ നമ്മൾ കൂടുതൽ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ നേരെ ശ്രദ്ധ വരേണ്ടതിന് പകരം നമ്മുടെ ശ്രദ്ധ മുഴുവനും വേറെ വ്യക്തികളിലാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങളിലാണ്. വ്യക്തി മാത്രമല്ല, സിറ്റുവേഷൻസും ആവും. നമ്മൾ ഭഗവാനെ മറക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി കൂടുതൽ മറന്നു പോകുന്നു. വലിയൊരു പ്രശ്നമാണ്. കാര്യം നമ്മൾ എത്രമാത്രം മറക്കുന്നു അത്രമാത്രം നമ്മൾ ഈ ലോകത്ത് തന്നെ നിൽക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ജന്മജന്മാന്തരങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇവിടെയുള്ള സാധനങ്ങളുള്ള അട്രാക്ഷൻ പോവാത്തത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും വീണ്ടും അത് തന്നെ നമുക്ക് വരുന്ന വെച്ചാലോ എന്തായിരിക്കും സംഭവം? ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഓൾറെഡി നമ്മളെ നിത്യഭദ്ര എന്നാണ് വിളിക്കുന്നത് ശാസ്ത്രങ്ങൾ. അതായത് നിത്യഭദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ശാശ്വതമായിട്ട് ഇവിടെ ഇരിക്കുന്ന അവസ്ഥ ഈ ഭൗതിക ലോകത്തിൽ. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും വർഷങ്ങളായി എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും സമയമായി നമ്മളിവിടെ ഈ ഭൗതിക ലോകത്തിൽ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതല്ല. സാധിക്കും. ഭഗവാൻ പറയുന്ന രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ശാസ്ത്രങ്ങൾ പറയുന്നത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള സാധനങ്ങളോടും വ്യക്തികളോടും സാഹചര്യങ്ങളോടുമുള്ള അട്രാക്ഷൻ മാറ്റി ഭഗവാനിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ആകർഷണം വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പല ലീലകളും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ മെയിൻ സെലിബ്രിറ്റിയായി മാറുന്നു ഭഗവാൻ. ആക്ച്വലി പലവർക്കും ഹീറോയിസം, അല്ലെങ്കിൽ ഹീറോ ആവട്ടെ ഹീറോയിൻ ആവട്ടെ, എങ്ങനെയാണ് സെലിബ്രിറ്റീസിനോട് അറ്റാച്ച്മെന്റ് വരുന്നത്? ഒന്നില്ലെങ്കിൽ അവരുടെ ഭംഗിയായിരിക്കും, കാണാനുള്ള ഭംഗി, അല്ലെങ്കിൽ അവരുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അഭിനയമായിരിക്കാം, എന്ത് വേണമെങ്കിൽ. അങ്ങനെ പലവർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, പല രീതിയിലായിരിക്കും, പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരോട് അടുപ്പം തോന്നുന്നത്. എന്നാൽ നമ്മൾ ഒരു കാര്യം മറക്കുന്നു. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസാശ്രിയ. അത് ആ ശ്ലോകം നമ്മൾ മറന്നു പോകുന്നു. ഭഗവാനാണ് ഇത് എല്ലാ ക്വാളിറ്റീസും 100% ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരു ചെറിയൊരു ശതമാനം പോലും
എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 1% പോലും അങ്ങനെ പോലും പറയാൻ സാധിക്കില്ല ഭഗവാനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഭഗവാനെ പോലെ സൗന്ദര്യമുള്ള വേറെ ആരുമില്ല, ഭംഗിയുള്ള വേറെ ആരുമില്ല. നമുക്കറിയാം, അത് നമ്മൾ ശാസ്ത്രങ്ങളിൽ വായിക്കുന്നു, പഠിക്കുന്നു. ഭഗവാനെ കണ്ടവരും ഭഗവാനെ അനുഭവപ്പെട്ടവരും ഒക്കെ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കുന്നു. ശാസ്ത്രങ്ങൾ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്. പക്ഷെ നമ്മുടെ ആകർഷണം ഇവിടെയുള്ള സാധനങ്ങളോടാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മളെ നല്ല വഴിക്ക്, നല്ല രീതിയിലേക്ക് നമ്മളെ മാറ്റുവാൻ വേണ്ടിയിട്ട്, നമ്മളെല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം തന്നെ തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാൻ സഹായിക്കാം ഇവരെ, പതിതരായിട്ടുള്ളവരെ. കാരുണ്യം, ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് അദ്ദേഹം ലീലകളൊക്കെ ചെയ്യാവുന്നത്, നമ്മൾക്ക് അങ്ങനെയെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഈവൻ 5000 വർഷങ്ങൾ മുമ്പ് കൃഷ്ണൻ ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള ലീലകളും ബാക്കി ഭാഗവതത്തിലും ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന പുരാണങ്ങളൊക്കെ പറയുന്ന ലീലകളൊക്കെ നമുക്കിപ്പോഴും ആകർഷണമായിട്ട് തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ കാലം മുമ്പ് നടന്നതാണ്, പുതിയ കാര്യമല്ല. പക്ഷെ ഇപ്പോഴും നൂതനമായിട്ട്, ഇപ്പോഴും പുതുതായിട്ട് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. ബിക്കോസ് അത് അതീന്ദ്രിയ തലത്തിലുള്ളതായതുകൊണ്ട് മാത്രമാണ്. ഇവിടെയുള്ള ഭൗതിക ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മടുത്തു പോകും പെട്ടെന്ന് ആക്ച്വലി. സോ കൂടുതൽ നമുക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതും കേട്ട ലീലകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോഴും നമുക്ക് ഒരു തരത്തിലും ഒരു ഇതെനിക്കറിയാം, കേട്ടിട്ടുണ്ട് എന്നുള്ള ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല ഫീലിംഗ് അല്ല. നേരെ മറിച്ച് കേട്ടത് തന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോഴും നമ്മൾ അതിൽ ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്നാണ്. പലപ്പോഴും നമ്മുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പുതിയ സാധനങ്ങളോട്, പുതിയ കാര്യങ്ങളോട് ആണ് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം. കേട്ടത് വീണ്ടും കേൾക്കാനോ ചെയ്തത് വീണ്ടും ചെയ്യാനോ ഇഷ്ടമല്ല. അതങ്ങനെ നേച്ചറാണ്. വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന അത് ഒരു ഹ്യൂമൻ നേച്ചറാണ് അത് ആക്ച്വലി. ഒരു കാര്യം പക്ഷേ ആ നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റീസ് അനുഭവിക്കാനുള്ള ഒരു നേച്ചർ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ആക്ച്വലി അത് അതീന്ദ്രിയ തലത്തിൽ നോക്കുമ്പോൾ നമ്മളെ ഗോലക വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന ഒരു നേച്ചറാണ്. ബിക്കോസ് ഒരു ശുദ്ധ അല്ലെങ്കിൽ ഒരു ആത്മാവിനെ സംബന്ധിച്ച് ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സേവിക്കുമ്പോൾ പല രീതിയിലും വെറൈറ്റി ആയിട്ടുള്ള രീതികളിൽ നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ അവൈലബിൾ ആണ് ഗോലോക വൃന്ദാവനത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു നേച്ചർ ഉള്ളത് നല്ലതാണ്. ബിക്കോസ് അത് ആ ലോകത്തിലും ഉണ്ട്, കര്യാലോകത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതേ സാധനം എന്താണെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ അത് തലതിരിക്കും. അതാണ് പ്രശ്നം എന്ന് മാത്രം. തലതിരിയുന്ന സമയത്ത് ആ നേച്ചർ ഉണ്ടാവും, പക്ഷേ എന്തിനോട് എന്നുള്ളത് മാറും, സംഭവങ്ങൾ മാറും. എങ്ങനെയാണോ പ്രേമം കാമമായി മാറുന്നത് അതേപോലെ. അപ്പം അതുകൊണ്ട് കൂടുതൽ അതുകൊണ്ടാണ് മഹാപ്രഭു ജഗന്നാഥ്പുരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു പ്രഹ്ലാദ ചരിത്രം. വീണ്ടും ഗദാധർ പണ്ഡിറ്റിൽ നിന്ന് വീണ്ടും കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിന് അത് മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് കാര്യം പൂർണ്ണമായിട്ടും അദ്ദേഹം അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പം നമ്മളും ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. വെറൈറ്റീസ് മാത്രം അല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും പുതുത് കേൾക്കാൻ നല്ലതാണ്. ഇതുവരെ കേൾക്കാത്തത് കേൾക്കുമ്പോൾ ഓക്കെ ശരിയാണ്, പുതിയ കഥയാണ്. പക്ഷെ പഴയ കഥകളോടൊരു മടുപ്പ് തോന്നരുത്. അത് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ നമ്മുടെ പ്രാക്ടീസസ് പോരാ, നമ്മളിപ്പോഴും മെച്യൂർ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എനിവേ, ഭഗവാന്റെ മഹാകാരുണ്യമാണ് അദ്ദേഹം പല ലീലകൾ ചെയ്യുന്നതും പല അവതാരങ്ങൾ എടുത്തു വരുന്നതും നമ്മളെ സഹായിക്കാൻ വേണ്ടി പതിതരായിട്ടുള്ളവരെ. അതാണ് പറയുന്നത് 29-30. സാലോക്യ സാമീപ്യ സാഷ്ടി സാരൂപ്യ പ്രകാർ ചാരി മുക്തി ദിയ കരെ ജീവേരാ നിസ്താർ. ഹരേ കൃഷ്ണ. സാലോക്യ സാമീപ്യ സാഷ്ടി സാരൂപ്യ പ്രകാര ചാരി മുക്തി ദിയ കരെ ജീവേരെ നിസ്താര. വിവർത്തനം ഭാവാർത്ഥം എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്ന് പതിതരായ ജീവാത്മാക്കളെ 4 തരത്തിലുള്ള മോക്ഷം, സാലോക്യം, സാമീപ്യം, സാഷ്ടി, സാരൂപ്യം നൽകി മോചിപ്പിക്കുന്നു.
ഭാവാർത്ഥം. മുക്താത്മാക്കൾ രണ്ടു തരത്തിലുണ്ട്. ഭഗവത് കാരുണ്യം കൊണ്ട് മുക്തരാകുന്നവരും സ്വപ്രയത്നം കൊണ്ട് മുക്തരാകുന്നവരും. സ്വന്തം പ്രയത്നം കൊണ്ട് മുക്തനാകുന്ന ഒരുവൻ അവ്യക്തിഗതവാദി എന്ന് വിളിക്കപ്പെടുന്നു. അവൻ ഭഗവാന്റെ ബ്രഹ്മജ്യോതിസിൽ ലയിക്കുന്നു. പക്ഷേ ഭക്തിയുത സേവനത്തിലൂടെ മോക്ഷത്തിന് യോഗ്യരാകുന്ന ഭഗവത് ഭക്തന്മാർക്ക് സാലോക്യം, അതായത് ഭഗവാന് തുല്യമായ പദവി, സാമീപ്യം, അതായത് ഭഗവാനുമായുള്ള നിരന്തര സഹവാസം, സാഷ്ടി, ഭഗവാന് തുല്യമായ ഐശ്വര്യം, സാരൂപ്യം, ഭഗവാന്റേതു പോലുള്ള രൂപസവിശേഷതകൾ എന്നീ 4 മോക്ഷങ്ങൾ നൽകപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ആക്ച്വലി പറയുന്നത് നമ്മൾ കാണുന്നു, വൈകുണ്ഠത്തിലെയും അല്ലെങ്കിൽ ഇവിടെ പറയുന്ന മോക്ഷത്തെക്കുറിച്ച് പല രീതിയിലും ഭഗവാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് പറയുന്നത്. ബേസിക്കലി ഇവിടെ സാലോക്യ, സാമീപ്യ, സാഷ്ടി, സാരൂപ്യ എന്നൊക്കെ പറയുന്നു. പല രീതിയിലുള്ള മുക്തികൾ അല്ലേ, നമ്മൾക്കറിയാം ഇതൊക്കെ. ഇങ്ങനെ പലതരത്തിലുള്ള മുക്തി പറയുമ്പോൾ പറയും എന്നുള്ളത് ഇവിടെ പറയുന്നു. ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ സഹായിക്കുന്നത്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള സാലോക്യ, സാമീപ്യ, സാഷ്ടി, സാരൂപ്യൊക്കെയാണ് കിട്ടുന്നത്. ഭഗവാന്റെ ലോകത്തിൽ താമസിക്കാൻ സാധിക്കുന്നു, ഭഗവാന്റെ സാമീപ്യത്തിൽ ഉണ്ടാവാൻ സാധിക്കുന്നു. അദ്ദേഹത്തിനെ പോലെ രൂപവും നമുക്കറിയാം. വൈകുണ്ഠത്തിലെ വിഷ്ണുദൂതന്മാർക്കും 4 കൈകളുണ്ട്. അവരും ശംഖുചക്ര ഗദാപത്മമുണ്ട്. അവർക്ക് രൂപത്തിൽ സാമ്യം കാണാം നമുക്ക്. അതേപോലെ സാഷ്ടി, എല്ലാവിധ ഐശ്വര്യങ്ങളും. അപ്പം ഇതൊക്കെ 4 തരത്തിലുള്ള ലിബറേഷൻ അല്ലെങ്കിൽ മുക്തി ശാസ്ത്രങ്ങളിൽ പറയുന്നു. അപ്പം ഇത് ഒരു നിരാകാരവാദി ഇംപേഴ്സണലിസം ഫോളോ ചെയ്യുന്ന ആള്, ഭഗവാന്റെ രൂപമില്ല എന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന 4 ടൈപ്പ് ഓഫ് മുക്തിയും അവർക്ക് അപ്ലിക്കബിൾ അല്ല. അവരെ സംബന്ധിച്ച് എല്ലാം സായുജ്യം മാത്രമാണ്. സായുജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ലയിക്കുന്നു. എവിടെ പോയി? ബ്രഹ്മജ്യോതിയിൽ. അതാണ്. അപ്പോൾ ബ്രഹ്മജ്യോതിയിൽ പോയി ലയിക്കുന്നു. അതാണ് ശിലപ്രഭുജിയുടെ പറയുന്നത്. 2 തരത്തിലുള്ള മുക്താത്മാക്കളുണ്ട്. ഒന്ന്, അവനവൻ്റെ പ്രയത്നം കൊണ്ട് ബ്രഹ്മജ്യോതി വരെ അവർ ഒരുപാട് തപസ്യകളും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് അവിടെ വരെ എത്തുന്നു. മറ്റേ അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ശരിക്കും ഭഗവാന്റെ മഹാകാരുണ്യം ആവശ്യമാണ്. അതായത് ഈ പറയുന്ന 4 ടൈപ്പ് ഓഫ് മുക്തിയിലേക്ക് എത്തണമെങ്കിൽ ഭഗവാന്റെ മഹാകാരുണ്യം അത്യാവശ്യമാണ്. കാര്യം അത് അവിടെ ബ്രഹ്മജ്യോതിയുടെ അപ്പുറത്തേക്കാണ് പോകുന്നത്. അതായത് ബ്രഹ്മജ്യോതി താണ്ടി ഓരോ വൈകുണ്ഠ ഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, വൈകുണ്ഠ പ്ലാനറ്റ്സിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ പോയി പേഴ്സണലായിട്ടാണ് സേവനം ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണലായിട്ട് സേവനം ചെയ്യുമ്പോൾ, വ്യക്തിഗത രൂപത്തിൽ നമ്മൾ സേവനം ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ബോധത്തിലുള്ളവർക്കേ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. നിരാകാരം അല്ലെങ്കിൽ ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമേ ഇല്ല. അവരെ സംബന്ധിച്ച് മാക്സിമം ബ്രഹ്മജ്യോതിയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ ടൈപ്പ് ഓഫ് മുക്തികളൊക്കെ പറയുന്നുണ്ട്, ഭക്തർക്ക് ഭഗവാൻ കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ശുദ്ധഭക്തർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അവര് ബോധേഡല്ല. ഓക്കെ, രൂപം കിട്ടുന്നു, അവിടെ പോകുന്നു, അല്ലെങ്കിൽ കൂടെ ഇരിക്കാൻ പറ്റുന്നു, അങ്ങനെയുള്ള അതിലല്ല അവരുടെ ഫോക്കസ്. അവരെന്താണ്? ഭഗവാനെ സേവനം ചെയ്യണം മാത്രം. ശുദ്ധഭക്തരെ സംബന്ധിച്ച് എവിടെയാവട്ടെ, ഏത് രൂപമായിക്കോട്ടെ, ഏത് ലോകമായിക്കോട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തെ ഭഗവാനെ സേവിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക്. അതാണ് ഇതിനേക്കാൾ അപ്പുറത്തുള്ള കോൺഷ്യസ്നസ്. വൃന്ദാവനത്തിലെ വ്രജവാസികൾക്ക് ഉള്ള കോൺഷ്യസ്നസ് അവരെ സംബന്ധിച്ച് ഒന്നും ബാധകമല്ല. അവർക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ സേവിക്കണമെന്ന് മാത്രം, ഭഗവാനോടുള്ള സ്നേഹം മാത്രം. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായിട്ടുള്ള രാഗഭക്തി മാത്രമേ അവർക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ആ രാഗഭക്തിയുടെ പ്രത്യേകത എന്താണ്? ആ ഭക്തി, ശുദ്ധഭക്തിയുടെ പ്രത്യേകത എന്താണ്? പ്രേമത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ കൃഷ്ണേന്ദ്രിയ പ്രീതി വാഞ്ച. കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാന്റെ സന്തോഷം മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ മുക്തിയും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എന്നാൽ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുമ്പോൾ ഓക്കെ, തീർച്ചയായിട്ടും ബ്രഹ്മവാദികളെക്കാൾ അല്ലെങ്കിൽ നിരാകാരവാദികളെക്കാൾ വലിയ സ്ഥാനമാണ് ഭക്തർക്കുള്ളത്. ഓഫ്കോഴ്സ്
ഈവൻ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് അതിനേക്കാൾ മുകളിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു. എന്നാൽ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകണം മുന്നോട്ട്. ഓക്കെ, ബ്രഹ്മ സായുജ്യ മുക്തേര താഹാന ഹി ഗതി വൈകുണ്ഠ ബാഹിരെ ഹായ താസബാര സ്ഥിതി. ഹരേ കൃഷ്ണ. ബ്രഹ്മ സായുജ്യ മുക്തേരേ താഹാന ഹി ഗതി വൈകുണ്ഠ ബാഹിരെ ഹായ താസബാര സ്ഥിതി. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ബ്രഹ്മ സായുജ്യ മോക്ഷം നേടുന്നവർക്ക് വൈകുണ്ഠത്തിൽ പ്രവേശനമില്ല. അവരുടെ വസതി വൈകുണ്ഠ ലോകങ്ങൾക്ക് പുറത്താണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ബ്രഹ്മസായുജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുന്ന സായുജ്യ മുക്തി കിട്ടുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വൈകുണ്ഠ ഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള വകുപ്പില്ല. അതാണ് പറയുന്നത്. അവർക്ക് എവിടെ എൻട്രി കിട്ടില്ല. കാര്യം അവർക്ക് ഭഗവാന്റെ രൂപം ഉണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കില്ല. എന്നാൽ വൈകുണ്ഠത്തില് ഭഗവാൻ വ്യക്തിയായിട്ട് അവിടെയുണ്ട്. അവിടെയുള്ള അങ്ങോട്ടേക്ക് പ്രവേശിക്കണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കോൺഷ്യസ്നെസ് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മസായുജ്യ മുക്തി നേടുന്നവർക്ക് വൈകുണ്ഠ ഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ വകുപ്പില്ല. അവരതിന്റെ പുറത്താണ്, ബ്രഹ്മജ്യോതിയിലാണ് അവർ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ആ വെളിച്ചം മാത്രമേ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അതും ബ്രഹ്മജ്യോതിയിൽ ഇരിക്കുക എന്ന് പറയുന്നതും അത് അവിടെയുള്ള ആനന്ദത്തെ ബ്രഹ്മാനന്ദം എന്ന് പറയും. ആ ബ്രഹ്മാനന്ദത്തിന്റെ ആ ഒരു ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല ഭൗതിക ലോകത്തിലെ എന്ത് ആനന്ദം വേണമെങ്കിൽ എടുത്തോളൂ. കാര്യം ബ്രഹ്മാനന്ദം കോടി കണക്കിന് ടൈംസ് ആനന്ദം കൂടുതലാണ്. ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ പരമാനന്ദം എന്ന് നമ്മൾ വിചാരിക്കുന്ന എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. അത് ഇവിടെയുള്ള ഏറ്റവും വലിയ ആനന്ദം അല്ലെങ്കിൽ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ആളുകൾ നിർഭാഗ്യവശാൽ വിചാരിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധമാണ്. കാര്യം അതാണ് ഈ ലോകത്തിന്റെ ബേസിസ്, ഈ എക്സിസ്റ്റൻസ് തന്നെ. അത് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും കാണാം അത്. അപ്പോൾ ബേസിക്കലി ഈ ലോകത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളുടെ അധീനതയിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആൾക്കാര് അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിന്റെ പ്രവർത്തനം തന്നെ ബേസിക്കലി അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾ എവിടെ ഇരിക്കുക എന്നുള്ള മെയിൻ കാരണം ആ ഒരു അട്രാക്ഷൻ ആണ് ആക്ച്വലി. അപ്പോൾ ഇവിടെയുള്ളതിലെ ഏറ്റവും വലിയ സന്തോഷം സുഖം എന്ന് പറയുന്നത് ആ കാര്യമാണ് എന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ ആരാവണമെങ്കിൽ, എന്നാൽ അതൊക്കെ വെറും താൽക്കാലികമായിട്ടുള്ളതാണ്. വെറും നിമിഷങ്ങൾ പോലും പറയാൻ സാധിക്കില്ല. വളരെ ടെമ്പററി ആയിട്ടുള്ള ആനന്ദം. ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതിയിലേക്ക് എന്ന് പറയുന്നത് അവിടെ കുറച്ചു നേരത്തേക്ക് മൊമെന്ററി ആയിട്ടുള്ള അവിടെയുള്ള ആനന്ദം. അവിടെ ഉള്ള കാലം മുഴുവനും ഒരേപോലെ ആ ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കാം. അത് മാത്രമല്ല ഇവിടെ ഉള്ളതിൻ്റെ ഒരു കമ്പാരിസൺ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കോടി കണക്കിന് ബില്യൺസ് ആൻഡ് മില്യൺസ് ടൈംസ് കണക്കിന് കൂടുതലാണ് അവിടെയുള്ള ആനന്ദം. അത് ബ്രഹ്മാനന്ദം. നമ്മൾ പറയുന്ന ബ്രഹ്മജ്യോതിയിലുള്ള ആനന്ദത്തെക്കുറിച്ച്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പറയുന്നത് ശാസ്ത്രങ്ങൾ. ബ്രഹ്മാനന്ദം തന്നെ എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ശരിക്കും വൈകുണ്ഠ ഗ്രഹങ്ങളിലും ഗോലോക വൃന്ദാവനത്തിലും ഉണ്ടാവുന്ന ആ ഒരു പ്ലഷർ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത് പറഞ്ഞറിയിക്കാനും സാധിക്കില്ല. അവിടെ പോയവർക്കും അവിടെ പോയി അനുഭവിച്ചിട്ടുള്ളവർക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ശാസ്ത്രങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാനന്ദത്തെ വൈകുണ്ഠ ലോകങ്ങളിലെ ആനന്ദം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലെ ആനന്ദമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഭഗവാനെ നേരിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആനന്ദത്തെ കമ്പയർ ചെയ്യുമ്പോൾ അത് കോടി കണക്കിന് കൂടുതലാണ് എന്നുള്ളൊരു കമ്പാരിസണും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ എത്ര വിഡ്ഢികളാണെന്നുള്ളത്. നമ്മൾ ഇവിടെയുള്ളത് എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ ലോകമാണ് എല്ലാം, ഈ ലോകത്തിൽ സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന വിഡ്ഢികളായിട്ടുള്ള നമ്മൾ ശരിക്കും പമ്പര വിഡ്ഢികളാണ്. അവിടെ പോയി അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം അത്രയ്ക്ക് കൂടുതൽ അട്രാക്ഷനാണ് ഇവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ എളുപ്പമാണ് ഇതൊക്കെ, തിയറി. പ്രാക്ടിക്കലി വരുമ്പോഴാണ് ബുദ്ധിമുട്ട്, അല്ലേ?
പ്രാക്ടിക്കലി ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. കാര്യം അത്രമാത്രം അറ്റാച്ച്മെൻറ്റും അട്രാക്ഷൻസുമാണ് നമുക്കിവിടെ ഓരോ സാധനങ്ങളോടും ഓരോ കാര്യങ്ങളോടും ഓരോ സാഹചര്യങ്ങളോടും ഉള്ളത്. എളുപ്പമല്ല ഇതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത്. നിരന്തരമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും, നമ്മുടെ പ്രാർത്ഥനയും ഭഗവാന്റെ അനുഗ്രഹവും വൈഷ്ണവരുടെ മഹാകാരുണ്യവും ഗുരുജനങ്ങളുടെ കാരുണ്യവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കിതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ എളുപ്പമല്ല, നമ്മുടെ പ്രയത്നം മാത്രം പോരാ. അപ്പോൾ അതാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ബ്രഹ്മജ്യോതിയുടെ അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല. ആർക്ക്? നിരാകാര ബ്രഹ്മവാദികൾക്ക്. ഓക്കെ. വൈകുണ്ഠ ബാഹിരെ ഏക ജ്യോതിർമയ മണ്ഡല കൃഷ്ണേര അംഗേര പ്രഭ പരമ ഉജ്ജ്വല. ഹരേ കൃഷ്ണ. വൈകുണ്ഠ ബാഹിരെ ഏക ജ്യോതിർമയ മണ്ഡല കൃഷ്ണേരെ അംഗേര പ്രഭ പരമോജ്വല. വിവർത്തനം. വൈകുണ്ഠ ലോകങ്ങൾക്ക് പുറത്തെ കൃഷ്ണ ഭഗവാന്റെ തിരുവുടലിൽ നിന്നുള്ള പരമോജ്വലമായ രശ്മികളാൽ തിളങ്ങുന്ന അന്തരീക്ഷമാണ് ശ്രീകൃഷ്ണൻ. വൈകുണ്ഠ ലോകങ്ങൾ, താങ്ക് യു. വൈകുണ്ഠ ലോകത്തിന്റെ പുറത്തുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ബ്രഹ്മജ്യോതി എന്ന് പറയുന്ന നിരാകാരവാദികളുടെ എല്ലാമായിട്ടുള്ള അവരുടെ ലക്ഷ്യം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ജ്യോതിയാണ്. അത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ജ്യോതി ആധ്യാത്മിക ലോകത്തിൽ മുഴുവനും പടർന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ആധ്യാത്മിക ലോകത്തിൽ മുഴുവനുണ്ട്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, സൂര്യൻ നമുക്കറിയാം കാലത്ത് ഉദിക്കുന്ന സമയത്ത് സൂര്യൻ ഇരിക്കുന്നത്, സൂര്യഗോളം ഇരിക്കുന്നത്, സൂര്യദേവൻ ഇരിക്കുന്നത് ഒരുപാട് അകലെയാണ്. നമുക്ക് കാണാൻ പോലും സാധിക്കില്ല, അല്ലേ? അപ്പോൾ സൂര്യൻ ഉദിക്കുന്നേക്കാൾ മുമ്പ് സൂര്യരശ്മികൾ വരും, ആദ്യം നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇത്രയും അകലെയുള്ള സൂര്യനിൽ നിന്ന് ഇവിടെ നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശം എന്ന് പറയും, അല്ലേ? അപ്പോൾ എത്രയോ ദൂരത്തിലും ആ പ്രകാശം വരുന്നുണ്ട്. അതേപോലെ അപ്പോൾ ഇതൊരു ചെറിയൊരു കമ്പാരിസൺ മാത്രം. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ തേജസ് അല്ലെങ്കിൽ ജ്യോതി എന്ന് പറയുന്നത് ഇതേപോലെയാണ്. വൈകുണ്ഠ ലോകങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകം മുഴുവനും പടർന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മവാദികൾക്ക് അവര് അങ്ങോട്ട് പോകുമ്പോൾ ഭൗതിക ലോകം ക്രോസ് ചെയ്യും. അവര് ജസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ബ്രഹ്മജ്യോതി കാണും. അവിടെ നിന്ന് കുറേ പോയിട്ട് വേണം പിന്നെ വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ. പക്ഷേ അവർ ബ്രഹ്മജ്യോതി എത്തുമ്പോഴേക്കും അവരുടെ കാര്യം കഴിഞ്ഞു. ബിക്കോസ് അവരുടെ കോൺഷ്യസ്നസ് അത്രയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അവരവിടെ വരെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ജ്യോതിയിൽ അവരെ ലയിക്കുന്നു. അതാണ് അങ്ങനെയാണ് അവർക്ക് സായുജ്യ മുക്തി കിട്ടുന്നത്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വൈകുണ്ഠ ലോകങ്ങളിൽ, ആധ്യാത്മിക ലോകത്തിൽ ഇവിടുത്തെ സൂര്യനെ പോലെ അവിടെ സൂര്യന്റെ ആവശ്യം വരുന്നില്ല. അതായത് സൂര്യന്റെ വെളിച്ചം ഉണ്ടെങ്കിലേ അവിടെ വെളിച്ചമുള്ളൂ എന്നല്ല, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വെളിച്ചം വരുന്നു. അപ്പോൾ അത് മുഴുവനും ആധ്യാത്മിക ലോകം മുഴുവനും പ്രകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെയും നമുക്കറിയാം കൃഷ്ണലോകത്ത് ലീലകൾ ചെയ്യുന്നതിന് വേണ്ടി സൂര്യനും ചന്ദ്രനൊക്കെ വരുന്നുണ്ട്. അത് വെറും ലീലകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, കാലത്തും പകലും ആവാൻ വേണ്ടിയിട്ട്. കാര്യം കാലത്തുള്ള ലീലകൾ, രാത്രിയിലുള്ള ലീലകൾ, ഉച്ചയ്ക്കുള്ള ലീലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യനും ചന്ദ്രനും, അല്ലാതെ അവരുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അല്ല അവിടെ ഉണ്ടാവുന്നത്. അവിടെ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ലീലകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പക്ഷെ സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, അല്ലേ? അതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. സിദ്ധലോക നാമതാര പ്രകൃതിരപര ചിത്സ്വരൂപതഃ നഹി ചിശക്തി വികാര. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. സിദ്ധലോക നാമതാര പ്രകൃതിരപര ചിത്സ്വരൂപ തൻഹ നഹി വികാര. വിവർത്തനം ബൈ പ്രഭുപാദ് കി ജയ്. ആ മേഖല സിദ്ധലോകമെന്ന് വിളിക്കപ്പെടുന്നു. അത് ഭൗതിക പ്രകൃതിക്ക് അതീതമാണ്. അതിന്റെ സ്വരൂപം ആധ്യാത്മികമാണെങ്കിലും അതിന് ആധ്യാത്മിക വൈവിധ്യങ്ങളില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ആ ഒരു സ്ഥലത്തെ, ആ ഭാഗത്തെ സിദ്ധലോകം എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, സിദ്ധലോകം എന്ന്. ഇവിടെ ഭൗതിക ലോകത്തിൽ
ബ്രഹ്മലോകം, തപലോകം, മഹർലോകം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും ആ സ്ഥലങ്ങളിൽ ഈ പറയുന്ന സിദ്ധരായിട്ടുള്ള വരിഷ്ഠരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന ലോകങ്ങളാണ്. അതായത് സ്വർഗലോകത്തിന്റെ മുകളിൽ വരുന്ന സ്ഥലങ്ങൾ, മഹർലോകം, തപലോകം എന്നൊക്കെ പറയുന്നത്. പിന്നെ ബ്രഹ്മലോകം, അവിടെയൊക്കെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ പോകാൻ സാധിക്കുള്ളൂ. സപ്ത ഋഷിമാരും അങ്ങനെയായിട്ടുള്ള വരിഷ്ഠരായിട്ടുള്ളവരൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, അത് ഇവിടെയുള്ള ഭൗതിക ലോകത്തിലെ ലോകം. എന്നാൽ ഇപ്പോൾ ചില സമയങ്ങളിൽ സിദ്ധലോകം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിദ്ധലോകം അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ വരിഷ്ഠരായിട്ടുള്ളവർ ഇരിക്കുന്ന ആ ലോകത്തെ സിദ്ധലോകം എന്നുള്ള ടെർമിനോളജി ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ടാവും. എന്നാൽ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സന്ദർഭത്തിൽ സിദ്ധലോകം എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ബ്രഹ്മജ്യോതിയിലുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിന്റെ തുടക്കമാണ് അത്. ബ്രഹ്മജ്യോതി അല്ലെങ്കിൽ ഈ പറയുന്ന നിരാകാരവാദികൾ പോയി ലയിക്കുന്ന സ്ഥലം, അവിടെയാണ് സിദ്ധലോകമെന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത് സിദ്ധലോക നാമതര പ്രകൃതിര പര. ഭൗതിക ലോകത്തിൽ നിന്ന് പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാര ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് പറയുന്നത്. ഭൗതിക ലോകം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അത് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു. പക്ഷേ എന്താണ് പ്രശ്നം? ചിത് സ്വരൂപ താഹനഹി ചിത് ശക്തി വികാര. സ്പിരിച്വൽ ആണ് സ്ഥലം, സമ്മതിച്ചു, പക്ഷെ വെറൈറ്റീസ് ഇല്ല, അതാണ് പറയുന്നത്. ചിത് ശക്തി വികാര. ആധ്യാത്മിക ലോകം തന്നെ ആധ്യാത്മലോകത്തിന്റെ ഭാഗമാണ്, പ്യുവറാണ്, സ്പിരിച്വൽ ആണ്, അതീന്ദ്രിയ തരത്തിലുള്ളതാണ്. എന്നാലും സ്പിരിച്വൽ വെറൈറ്റീസ് ഇല്ല. കാര്യം അവിടെ ഭഗവാന്റെ രൂപത്തില് ഭഗവാൻ പ്രസന്റ് അല്ല. അങ്ങനെ വരുമ്പോഴല്ലേ വെറൈറ്റീസ് ഉണ്ടാവുള്ളൂ. ലോകം, വൈകുണ്ഠം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനം പോലെ വെറൈറ്റികളൊന്നുമില്ല. അവിടെ ആകുമ്പോൾ ഒരുപാട് ഭക്തരുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വൃന്ദാവനം നോക്കുവാണെങ്കിൽ ഗോവർദ്ധനമുണ്ട്, വൃന്ദാവൻ ധാമുണ്ട്. വൃന്ദാവൻ ധാമിൽ എന്തൊക്കെയാണുള്ളത്? ഒരുപാട് ലീലാസ്ഥലങ്ങൾ, ഒരുപാട് നികുഞ്ചങ്ങൾ, ഒരുപാട് ഭവനങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവിടെ. എന്നാൽ ബ്രഹ്മജ്യോതിയിൽ ഇതൊന്നും വെറൈറ്റീസ് ഇല്ല. പക്ഷെ എന്നാലും അത് ആധ്യാത്മിക തലത്തിലുള്ളത് തന്നെയാണ്, സംശയമില്ല. സൂര്യമണ്ഡലേന ബാഹിരെ നിർവിശേഷ ഭീതരെ സൂര്യര രഥ ആദിശ വിശേഷ. യെസ്, ഹരേ കൃഷ്ണ. സൂര്യമണ്ഡലേന ബാഹിരെ നിർവിശേഷ ഭീതരെ സൂര്യര രഥ ആദിശ വിശേഷ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീവൻ ഗ്രീസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജി. അത് സൂര്യന് ചുറ്റുമുള്ള അവ്യതിരിക്തമായ തേജസ് പോലെയാണ്. എന്നാൽ സൂര്യന്റെ ഉള്ളിൽ സൂര്യദേവന്റെ രഥങ്ങളും കുതിരകളും ഇതര ഐശ്വര്യങ്ങളും ഉണ്ട്. ഭാവാർത്ഥം: വൈകുണ്ഠധാമത്തിന് പുറത്തുള്ള പരവ്യോമത്തിൽ കൃഷ്ണന്റെ തിരുമേനിയിൽ നിന്നുള്ള കിരണങ്ങളുടെ ദീപ്തമായ തേജസ്സാണ്. ഇത് ബ്രഹ്മജ്യോതി എന്ന് വിളിക്കപ്പെടുന്നു. ആ തേജസ്സിന്റെ അതീന്ദ്രിയ മേഖല സിദ്ധലോകം അഥവാ ബ്രഹ്മലോകം എന്ന് വിളിക്കപ്പെടുന്നു. അവ്യക്തിഗതവാദികൾ മോക്ഷം പ്രാപിക്കുമ്പോൾ ആ ബ്രഹ്മലോക തേജസ്സിൽ വിലയം പ്രാപിക്കുന്നു. ഈ അതീന്ദ്രിയ മേഖല ആധ്യാത്മികമാണെന്നതിൽ സന്ദേഹമില്ല. പക്ഷേ ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ അഥവാ വൈവിധ്യങ്ങളുടെ ആവിഷ്കരണങ്ങളൊന്നും അത് ഉൾക്കൊള്ളുന്നില്ല. അത് സൂര്യന്റെ ദീപ്തിയോട് ഉപമിക്കപ്പെട്ടിരിക്കുന്നു. സൂര്യന്റെ ദീപ്തിക്കുള്ളിൽ ഒരുവനെ എല്ലാ വൈവിധ്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന സൂര്യഗോളമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സൂര്യന്റെ എക്സാമ്പിൾ തന്നെയാണ് അവിടെ ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആക്ച്വലി പറഞ്ഞത്. ഞാൻ ഈ ഒരു ശ്ലോകം കണ്ടില്ലായിരുന്നു, പക്ഷെ എന്നാലും നേരത്തെ കേട്ടത് കൊണ്ടായിരിക്കാം ആ ഒരു എക്സാമ്പിൾ തന്നെ വന്നത്. സോ സെയിം എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. സൂര്യന്റെ രശ്മി വരുന്നത് പോലെ നമുക്ക് ആ ഒരു വെളിച്ചം കാണാം അല്ലേ? പക്ഷേ സൂര്യഗ്രഹത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ സൂര്യദേവനിരിക്കുന്ന രഥമുണ്ട്, രഥത്തിന് മുമ്പിൽ കുതിരകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. സൂര്യദേവനുണ്ട്, സൂര്യദേവന്റെ ഡ്രൈവറുണ്ട്, അരുണൻ ഡ്രൈവർ, അദ്ദേഹമാണ് രഥം ഓടിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ അവിടുത്തെ അന്തേവാസികളും സൂര്യനിലെ ആളുകളുമുണ്ട്. അവിടെ ഒരുപാട് ജീവാത്മാക്കൾ അവിടെയും ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ കാണുന്നില്ല അല്ലെ? നമ്മൾ വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. അതേപോലെ ആ വെറൈറ്റീസ് ഒക്കെ ഉള്ളത് അതിനകത്താണ്. അതേപോലെയാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഭഗവാന്റെ തന്നെ ആണ്, ശരീരത്തിൽ നിന്ന് വരുന്നത് തന്നെയാണ്, ആധ്യാത്മിക തലത്തിലുള്ളതാണ്, സംശയമില്ല.
എന്നാൽ അവിടെ സ്പിരിച്വൽ വെറൈറ്റീസ് ഒന്നും ഇല്ല. കാര്യം അതൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല അവിടെ. അതാണ് പറയുന്നത്. ഇവിടെയും സിദ്ധലോകം ബ്രഹ്മലോകം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പരബ്രഹ്മത്തിലുള്ളതിനെയാണ്. ഇവിടെയുള്ള ഭൗതിക ലോകത്തിലെ ബ്രഹ്മലോകമല്ല, ബ്രഹ്മാവിരിക്കുന്ന ലോകത്തെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഭൗതിക ലോകത്തിനകത്ത് വരുന്നതാണ്. ഇത് പറയുന്ന പരബ്രഹ്മം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള വാക്കുകളുടെ ടെർമിനോളജി അല്ലെങ്കിൽ ആ പ്രയോഗം ചിലപ്പോൾ നമുക്ക് സിമിലർ ആയിട്ട് തോന്നും. പക്ഷേ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് അത് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്ത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനെ ശരിയായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ശ്ലോകം. കാമാദ്വേഷാദ് ഭയാ സ്നേഹാത് യഥാ ഭക്തേശ്വരേ മനഃ ആവേശ്യാതദഗം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാഃ. ഹരേ കൃഷ്ണ. കാമാദ്വേഷാദ് ഭയാത് സ്നേഹാത് യഥാ ഭക്തേശ്വരേ മനഃ ആവേശാദ് അദഖം ഹിത്വാ ഭവസ്തദ്ഗതിം ഗതാഃ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത് ഭക്തി കൊണ്ട് അവിടുത്തെ ഭവനം പ്രാപിക്കാൻ കഴിയുന്നത് പോലെ പലരും തങ്ങളുടെ പാപപ്രവൃത്തികൾ ഉപേക്ഷിച്ച് കാമം, ദ്വേഷം, ഭയം അല്ലെങ്കിൽ സ്നേഹം എന്നിവകളിലൂടെ അവരുടെ മനസ്സുകളെ ഭഗവാനിൽ മഗ്നമാക്കി ആ ലക്ഷ്യം നേടിയിട്ടുണ്ട്. ഭാവാർത്ഥം. ശക്തനായ സൂര്യന് അതിന്റെ ജ്വലിക്കുന്ന രശ്മികളാൽ എല്ലാത്തരം അശുദ്ധികളെയും ശുദ്ധീകരിക്കാൻ കഴിയുന്നത് പോലെ പൂർണ്ണാധ്യാത്മികമായ പരമപുരുഷന് അവിടുന്ന് ആകർഷിക്കുന്ന ഒരു വ്യക്തിയിലുള്ള എല്ലാ ഭൗതിക ഗുണങ്ങളെയും ശുദ്ധീകരിക്കാൻ കഴിയും. കാമത്താൽ പോലും ഭഗവാനിൽ ആകർഷിതനാകുന്ന ഒരാൾക്ക് അത്തരം ആകർഷണങ്ങൾ അവിടുത്തെ കാരുണ്യത്താൽ ഭഗവത് പ്രേമമായി മാറ്റാൻ കഴിയും. അതുപോലെ ഒരുവൻ ഭയത്തിലൂടെയും ശത്രുതയിലൂടെയുമാണ് ഭഗവാനുമായി ബന്ധപ്പെടുന്നതെങ്കിലും അവനും ഭഗവാന്റെ ആധ്യാത്മിക ആകർഷണത്താൽ ശുദ്ധീകരിക്കപ്പെടും. ഈശ്വരൻ വിഭുവും ജീവസത്ത അണുവുമാണ്. എങ്കിലും അവർ ഇരുവരും ആധ്യാത്മിക വ്യക്തിത്വങ്ങളാണ്. അതിനാൽ ജീവസത്തയുടെ സ്വതന്ത്രേച്ഛ കൊണ്ട് ഒരു പരസ്പര വിനിമയം ഉണ്ടായാൽ തൽക്ഷണം വിഭുവാത്മാവ് അണുവാത്മാവിനെ ആകർഷിക്കുകയും അപ്രകാരം അവനെ എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ 7:1-30 നിന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം ഇവിടെ പറയുന്നു. ഭഗവാനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ, ഡിവോഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ആ ലോകത്തിലേക്ക് പോകാൻ സാധിക്കും. ഏത് ലോകത്തിലേക്ക്? വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. ബ്രഹ്മജ്യോതിയല്ല, അതിനപ്പുറത്തേക്ക് ഭക്തി ഉണ്ടെങ്കിൽ. ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മവാദികളുടെ ഭക്തിയല്ല. അവർക്ക് ബ്രഹ്മജ്യോതിയോടാണ് ആകർഷണം. നമുക്ക് ഭഗവാൻ വ്യക്തിയോടാണ് ആകർഷണം, അല്ലേ? അപ്പോൾ പ്രോപ്പറായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യം അത് ഫോളോ ചെയ്യുന്നത്, അതിനെയാണ് ഭക്തി എന്ന് വിളിക്കാൻ പറ്റുന്നത്. യഥോ ഭക്തിർ അധോക്ഷജേ. വ്യക്തിയായിട്ടുള്ള ഭഗവാനോട് തോന്നുന്ന ഭക്തി, അവിടെ സേവനവും വരുന്നു. അതിനെയാണ് ഭക്തി എന്ന് വിളിക്കാൻ പറ്റുന്നുള്ളൂ, പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെ ഭക്തിയുള്ളവർക്ക്, ശുദ്ധ ഭക്തർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം? അവർക്ക് കിട്ടാൻ പോകുന്നത്, അവർക്ക് ഈ ലോകം വിട്ട് എല്ലാവിധ ഈ ലോകത്തിലെ ആകർഷണങ്ങളും എല്ലാ പാപങ്ങളും എല്ലാം തുടച്ചു മാറ്റി ഭഗവാൻ ആ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ലോകത്തിലുള്ള കാമക്രോധ ലോഭ മോഹ മത മത്സരം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല അങ്ങോട്ട് പോകുമ്പോൾ. കാര്യം അതെല്ലാം പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ആക്ച്വലി നമ്മളവിടെ പോകുന്നത്. കാര്യം അങ്ങനെയുള്ള ഭക്തർക്ക് കാമക്രോധ ലോഭത്തിൽ നിന്നൊക്കെ പുറത്തു വരാനും സാധിക്കുന്നു. പൂർണ്ണമായിട്ടും ഭഗവാനെ എപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന് അവസാനം ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, എന്താണ് പറയുന്നത്? സൂര്യൻ എങ്ങനെയാണോ എല്ലാവിധ അശുദ്ധമായിട്ടുള്ളതിനെ ശുദ്ധീകരിക്കുന്നത്, അതേപോലെ പരമദിവ്യത്വ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ എല്ലാവിധ ഭൗതികമായിട്ടുള്ള അശുദ്ധികളെയും അദ്ദേഹം മാറ്റി നമ്മളെ ശുദ്ധരാക്കുന്നു എന്നാണ് പറയുന്നത്. സൂര്യനും അപ്പോൾ നല്ലൊരു കമ്പാരിസൺ ആണ് ആക്ച്വലി. സൂര്യൻ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ പക്ഷാഭേദം കാണിക്കുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ സൂര്യ വെളിച്ചം പ്രകാശം കൊടുക്കുന്നു. അവിടെ ഇന്ന ആളുകൾക്കേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ഇനി ശുദ്ധമായിട്ടുള്ളതായിക്കോട്ടെ അശുദ്ധിയായിട്ടുള്ളതായിക്കോട്ടെ
ഉദാഹരണത്തിന് എന്തെങ്കിലും മൂത്രം പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും സൂര്യപ്രകാശത്തിൽ അത് ആ ഏരിയ ക്ലീൻ ആവും അല്ലെ, ക്ലീൻ ആവുന്നു. അങ്ങനെയാണ്. അപ്പോൾ സൂര്യൻ പക്ഷാഭേദം കാണിക്കുന്നില്ല. അതേപോലെയാണ് ഭഗവാൻ ഓരോരുത്തരെയും അദ്ദേഹം ഒരു സമൂഹം സർവഭൂതേഷു എല്ലാവരെയും അദ്ദേഹം ശുദ്ധീകരിക്കുന്നു ആക്ച്വലി. അപ്പോൾ നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. ഭൗതിക ലോകത്തിലെ കാര്യങ്ങളും ആധ്യാത്മ ലോകത്തിലെ കാര്യങ്ങളും ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ സൂര്യന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ, നല്ല കമ്പാരിസൺ ആണ്. സൂര്യൻ അതുകൊണ്ട് എത്ര ഇംപ്യൂർ ആയിട്ടുള്ള സിറ്റുവേഷനെയും അല്ലെങ്കിൽ അവസ്ഥയും അദ്ദേഹം പ്യൂർ ആക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, സൂര്യൻ അത് ബാധിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് മാലിന്യം നിറഞ്ഞിട്ടുള്ള സ്ഥലത്തെ അദ്ദേഹം ശുദ്ധീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുകളിൽ ആ അശുദ്ധിയായിട്ടുള്ളതിനെ അദ്ദേഹം ശുദ്ധീകരിക്കുന്നു. പക്ഷെ ആ അശുദ്ധി സൂര്യനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യന്റെ മുഖത്ത് അത് ഒട്ടുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഇവിടെ ഈ ലോകത്തില് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഉദാഹരണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കറികളോ കഴിക്കുന്ന എന്തെങ്കിലും കറികൾ നിലത്ത് വീഴുന്ന സമയത്ത് അവിടെ ക്ലീൻ അല്ലാതെയാവുന്നു. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ തുണി ഉപയോഗിക്കുന്നു. തുണി ഉപയോഗിക്കുന്നതിനാണ് ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ ക്ലീൻ ചെയ്യും നമ്മൾ, ക്ലീൻ ആവും സ്ഥലം, പക്ഷെ തുണി നാശാവും അല്ലേ? അതേപോലെ സൂര്യന് സംഭവിക്കുന്നുണ്ടോ? സൂര്യന് സംഭവിക്കുന്നില്ല. സൂര്യൻ ക്ലീൻ ചെയ്യുന്നുണ്ട്, സൂര്യന്റെ മുഖത്ത് പറ്റി പിടിക്കുന്നില്ല. അതേപോലെയാണ് ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ഭക്തി സേവനങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരെയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാമക്രോധ ലോപമോഹ മത മത്സര്യ എല്ലാ അനർത്ഥങ്ങളും അദ്ദേഹം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭഗവാനെ ഇതെല്ലാം ബാധിക്കുന്നുണ്ടോ? ഒന്നും ബാധിക്കില്ല. അപ്പോൾ നല്ലൊരു ഉദാഹരണം ആചാര്യന്മാർ പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ. അപ്പോൾ ശീല പ്രഭുപാദി അതാണ് ഇവിടെയും പറയുന്നത് ആക്ച്വലി. അപ്പോൾ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നവർ, ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർ ഓട്ടോമാറ്റിക്കലി പതിയെ പതിയെ ഭഗവാനിലേക്ക് ആകർഷിതരാവും. ആകർഷിതരായി അവർ പ്യൂരിഫൈ ആവും. പ്യൂരിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധരായി കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് ആ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവാൻ അവർക്ക് സാധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദി അത് ഭയത്തോട് കൂടിയിട്ടാണോ ദ്വേഷത്തോട് കൂടിയിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നതെന്നെങ്കിലും ഇരുന്നോട്ടെ, കുഴപ്പമില്ല. തുടക്കം അങ്ങനെയാണെങ്കിൽ പോലും കുഴപ്പമില്ല. കാലക്രമേണ പതിയെ 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 അവർ പോലും പ്യൂരിഫൈ ആവുന്നു. ഏനക്കേന പ്രകാരേണ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാന്നുള്ളത് പറയുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല, വേണ്ട, പതിയെ പതിയെ എങ്ങനെയെങ്കിലും ഒരു അട്രാക്ഷൻ അവർ പതിയെ പതിയെ മാറും. അതാണ്. അതുകൊണ്ടാണ് കൃഷ്ണബോധത്തിലുള്ളവർ ആചാര്യന്മാരൊക്കെ ഒരുപാട് പ്രചരണം ചെയ്യുന്നത് ആക്ച്വലി. കാര്യം പലവർക്കും ഈ ഭഗവത്ഗീതയിലെ തത്വങ്ങൾ കേൾക്കാനോ ഭാഗവതം കേൾക്കാനോ ഉള്ള സന്മനസ്സില്ലാത്തവരാണ് പലവരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രസാദം കൊടുക്കും. അപ്പോൾ ഭഗവാന്റെ പ്രസാദം കഴിച്ച് പതിയെ പതിയെ അവർക്ക് പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നു. കാര്യം ഭക്ഷണം ആയതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യും. അതും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പ്രസാദം കൊടുക്കുമ്പോൾ അത് പ്രസാദമാണോ എന്ന് വിചാരിച്ചിട്ടല്ല അവർ കഴിക്കുന്നത്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി അവർക്ക് അവരുടെ ശുദ്ധീകരണം പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും പതിയെ പതിയെ അവരും പ്യൂരിഫൈ ആയി അവസാനം ഭഗവാനിലേക്ക് അവരും ആകർഷണം അവർക്ക് തോന്നുന്നു. സ്ലോലി ആൻഡ് ഗ്രാജുവലി. അപ്പോൾ അതിനുള്ള എല്ലാ വഴികളും ഭഗവാൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടിയാൽ മതി, ബാക്കി ഭഗവാൻ തന്നെ അത് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഒന്ന് നോക്കുക, എത്ര കാരുണ്യമാണ് നോക്കൂ ഭഗവാന്റെ. അതാണ് ഇവർ പറയുന്നത്. ഇനി അറിഞ്ഞുകൊണ്ട് ഒരു ജീവാത്മാവ് ഭഗവാനെ ഭജിക്കാൻ വേണ്ടി ഭക്തി സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ഇത്രയും കാലം മറന്നിരിക്കുകയായിരുന്നു, പക്ഷേ നമ്മൾ അതിനു വേണ്ടി ഒരു ചെറിയൊരു ശ്രമം നടക്കുമ്പോൾ ഇവിടെ പറയുന്നു, ആ അണു ആത്മാവ് പരമാത്മാവിനെ അല്ലെങ്കിൽ വിഭു ആത്മാവിനെ അവിടെയുള്ള ആ റിലേഷൻ സ്ട്രോങ് ആവും. അങ്ങനെ പതിയെ 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 ആ അട്രാക്ഷൻ കൂടി വരുന്നു. ഭൗതിക ലോകത്തിലുള്ള എല്ലാവിധ ബോണ്ടേജുകളും ഇവിടെയുള്ള എല്ലാവിധ കുരുക്കിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കുന്നു. അതാണ്. അപ്പോൾ ചെറിയൊരു നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. ആ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭഗവാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ, നമ്മൾ ഒരു അടി ഭഗവാന്റെ അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ ഭഗവാൻ ഇങ്ങോട്ട് 10 അടി വെക്കാൻ തയ്യാറാണ്. അതാണ് അദ്ദേഹത്തിന്റെ മഹാകാരുണ്യം. ഓക്കെ, 35ാമത്തെ ശ്ലോകം വരെ നമ്മൾ നോക്കി. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം.
വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃത കി ജയ്, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കി ജയ്, श्रीला प्रभुपाद की जय, गौड़ी गुरुवृंद की जय, निताय गौर प्रेमानंदे हरि हरि. Thank you. वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण. प्रणाम.